ടെലിവിഷൻ പ്രേക്ഷകർക്ക് സുപരിചിതരാണ് ജിഷിനും അമയയും. അടുത്തിടെയായിരുന്നു ഇരുവരും വിവാഹിതരാവുകയാണെന്ന് അറിയിച്ചത്. ഇവർ പ്രണയത്തിലാണോ എന്ന തരത്തിൽ ചർച്ചകൾ സജീവമായിരുന്നു. വാലന്റൈൻസ് ഡേയിലായിരുന്നു സന്തോഷ വാർത്ത പരസ്യമാക്കിയത്. ഒന്നിച്ചുള്ള ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം അന്ന് വൈറലായിരുന്നു. ഇപ്പോഴിതാ പുതിയൊരു പോസ്റ്റുമായി എത്തിയിരിക്കുകയാണ് ഇവർ. അല്ലെങ്കിലും പെണ്ണുങ്ങൾക്ക് നല്ലതിനെ പിടിക്കില്ല, തല തെറിച്ചവന്മാരെ ഇഷ്ടപ്പെടുകയുള്ളൂ, തപ്പിപ്പിടിച്ചു പോയി തല വെക്കും, എന്നിട്ട് അവന്മാരെ നന്നാക്കാൻ നോക്കും. ചേട്ടൻ മുണ്ടുടുത്തപ്പോൾ എനിക്ക് പ്രണയവർണ്ണങ്ങളിലെ റിയ ആകാൻ ഒരാഗ്രഹം വന്നു. ഒന്ന് വൈബ് പിടിച്ചതാണ്. എങ്ങനുണ്ട് ഗൈസ് എന്നായിരുന്നു അമേയ ചോദിച്ചത്. അടിപൊളിയായിട്ടുണ്ടായിരുന്നു കമൻറ്റുകൾ. ഇതല്ലേ ചക്കിക്കൊത്ത ചങ്കരൻ എന്ന് പറയുന്നതെന്നായിരുന്നു ഒരാൾ കമൻറ്റ് ചെയ്തത്. കുറച്ച് തല തെറിച്ചതാണ് നല്ലത്, കട്ടയ്ക്കങ്ങ് കൂടെ നിന്നോളും. നിങ്ങൾ രണ്ടുപേരും പൊളിയല്ലേ, അങ്ങനെ തപ്പിപ്പിടിച്ച് നന്നാക്കുന്നവരല്ലേ ഹീറോ. പിന്നെ നശിക്കാൻ എളുപ്പമാണ്, നന്നാവാനാണ് പ്രയാസം. നിങ്ങൾ രണ്ടാളും എൻ്റെ ഹീറോയാണ് തുടങ്ങി നിരവധി കമൻറ്റുകളാണ് പോസ്റ്റിന് താഴെയുള്ളത്. കുറ്റപ്പെടുത്താനും തോൽപ്പിക്കാനും ഇഷ്ടം പോലെ ആളുകൾ കാണും. ആരും ഇല്ല എന്ന് തോന്നുന്ന ഒരു ലോകത്ത് ആരെങ്കിലുമൊക്കെ കൂടെ കാണുന്നു എങ്കിൽ ഒന്നും പേടിക്കണ്ട, എല്ലാം ഓക്കെയാകും. നന്നായി മുന്നോട്ട് പോവുക. ആരെയും ഒറ്റപ്പെടുത്താനോ ഇവരെ വഴിതെറ്റിക്കാനോ അല്ല, ആരുമില്ലാത്തവർക്കും ആരെങ്കിലുമൊക്കെ വേണം, അത്രയേ ഉള്ളൂ എന്നായിരുന്നു ഒരാൾ കുറിച്ചത്. കമൻറ്റുകളുടെ താഴെയായി സ്നേഹമറിയിച്ച് അമേയയും എത്തിയിരുന്നു. തുടക്കത്തിൽ ജിഷിനെക്കുറിച്ച് അത്ര നല്ല അഭിപ്രായമായിരുന്നില്ല അമേയ്ക്ക്. ഇഷ്ടക്കേടുകളായിരുന്നു കൂടുതലും. പരിചയപ്പെട്ട സമയത്ത് ഞാൻ അങ്ങനെ തന്നെയാണെന്നായിരുന്നു ജിഷിനും പറഞ്ഞത്. ആ തുറന്നുപറച്ചിലാണ് ഇവരുടെ ജീവിതത്തിൽ വഴിത്തിരിവായി മാറിയത്. സുഹൃത്തുക്കളായി മാറിയപ്പോഴാണ് അദ്ദേഹത്തെ അടുത്തറിയുന്നത്. പോസിറ്റീവുകൾ എന്തൊക്കെയാണെന്ന് നേരിട്ട് മനസ്സിലാക്കുകയായിരുന്നു. നല്ലൊരു സുഹൃത്തായി കൂടെ നിന്നു. അത്ര പെട്ടെന്ന് പിടിതരുന്ന സ്വഭാവമല്ല. ഞങ്ങൾക്കിടയിൽ വഴക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്, എന്നാൽ അതെല്ലാം പെട്ടെന്ന് പരിഹരിക്കാനാവുന്നതായിരുന്നു. നല്ലൊരു കേൾവിക്കാരനാണ് ആൾ. ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടിരിക്കാറുണ്ട്. അദ്ദേഹത്തെ മാറ്റിയെടുക്കാൻ മാത്രമായി ഞാൻ ഒന്നും ചെയ്തിട്ടില്ലെന്നും അമേയ പറയുന്നു.